കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. എങ്ങനെയൊക്കെ കുത്തിപ്പിടിച്ചൊക്കെ ഇവിടുന്ന് പോവുകയാണ്. കാരണം കാർ അപ്പുറം നിർത്തിക്കാണ്, കാർ ഇങ്ങോട്ടേക്ക് കയറ്റിയിട്ടില്ല. അങ്ങനെ അവിടുന്ന് കാറിൽ കയറി. ഇന്ന് ആങ്ങളുടെ കല്യാണമാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങാനായി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ പോവാതെ ചെക്കൻ്റെ വീട്ടിൽ പോവാതെ നേരെ പെണ്ണിൻ്റെ അവിടുത്തെ ഓഡിറ്റോറിയത്തേക്ക് വിട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അതെന്തെന്ന്, അപ്പോൾ ഇന്ന് നിക്കാഹാണ്, പെണ്ണിൻ്റെ അവിടെയാണ് പരിപാടി വരുന്നത്. അങ്ങനെ ചെക്കനും എൻട്രി ആയി. ചെക്കൻ വരാതെ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചെക്കനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ചെക്കൻ്റെ കാറിൻ്റെ ബാക്കിൽ വന്ന ചെക്കൻ്റെ ചെങ്ങായിമാരെ കാറിലേക്കായിരുന്നു എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സംഭവം കേട്ടോ. ആദ്യം എല്ലാവരും ഇങ്ങനെ നോക്കി നിന്നു, പിന്നെ എല്ലാവരും അതിന് ചുറ്റുമായി കേട്ടോ. അങ്ങനെ കുറച്ചധികം നേരം അതിൻ്റെ ചുറ്റും ഇരുന്ന് ഓരോരുത്തർ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വെൽക്കം ഡ്രിങ്ക് കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്നു. പിന്നെ അകത്തേക്ക് കയറുകയാണ്. ചെക്കനെ അകത്തോട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പെണ്ണിൻ്റെ ഉമ്മയും ഇപ്പം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെക്കനും ഉള്ളിലോട്ട് കയറുകയാണ്. അങ്ങനെ ഞങ്ങൾ മേലെ ഹാളിലേക്ക് കയറി കേട്ടോ. നിക്കാഹ് നടക്കുന്നത് മേലെ ആയിരുന്നു. കാര്യങ്ങളൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ പരിപാടിയാണ് വെച്ചാൽ ബ്രൈഡിൻ്റെ ഇവിടുത്തെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ടും ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടുത്തെ ഫംഗ്ഷന് കഴിഞ്ഞതിന് ശേഷം 1-2 ആൾക്കാർ അവരെ കൂട്ടിക്കൊണ്ടിട്ട് പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ സ്വീറ്റ്സും അതുപോലെ തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഇനി നമുക്ക് മഹർ കെട്ടുന്ന പരിപാടികളിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടേ.